ഹലോ. സുമേഷേ, ആ എടാ ഇന്ന് രാവിലെ മുതൽ വെള്ളം വരുന്നില്ല. ഇന്ന് രാവിലെ വന്നിട്ട് വെള്ളം വരുന്നില്ലേ? എവിടുന്ന് വെള്ളം വരുന്നില്ല? ഇല്ല. അല്ല, നിന്റെ പണി തീരെ ശരിയില്ല, അതുകൊണ്ടല്ലേ വരാത്. എന്റെ പണി ശരിയില്ലാതെ എന്താണോ നിങ്ങൾക്ക് വെള്ളം വരാതെ? പിന്നെ അല്ലാണ്ട് അത് ഏ വെള്ളം വെള്ളം വരുന്നില്ല. എന്ത് പണിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിന്റെ മോട്ടർ അന്ന് നീ ശരിയാക്കിയിട്ട് പോയിട്ടില്ലേ, ബൈൻഡ് ചെയ്തത്? അതാണോ ഞാൻ വിചാരിച്ച്. അതന്നെ. ഞാൻ അത് വിചാരിച്ചു കേടായി തോന്നുന്നു ആദ്യോ. ഞാൻ വിചാരിച്ചു രാവിലെ വെള്ളം വരുന്നില്ല എന്നെല്ലാം പറഞ്ഞ് കണ്ടിട്ട് കേടുന്ന ആവളിയും. ഞാൻ അങ്ങനെയല്ലേ വിചാരിക്കും. കേടായെങ്കിൽ ഞാൻ എന്നെ പറഞ്ഞ പുതിയത് മേടിച്ചു വെക്കേ. അപ്പൊ ഇത് മേടിച്ചു വെക്കാൻ പൈസ വേണ്ടേ? ഇനിയിപ്പോ ആദ്യം അത് കണക്റ്റിന്ന് വലിച്ച് കയറ്റേണ്ട ഒരു കാര്യം ചെയ്യാം. ഈ തൽക്കാലം നിങ്ങൾ കണർന്ന് വെള്ളം ഇട്ടു വലിക്ക്. ഏ, അതൊന്ന് വിൽക്കാനാ എനിക്ക് പറ്റാതെ കൊണ്ടല്ലേ. ഓ, താഴെയുള്ള ഇത്രയും കേട്ടാന്ന് ഇത്രയും കാലം വലിക്കില്ലേ നിങ്ങൾ? എങ്ങാനും വിൽക്ക്. ഇപ്പൊ മോട്ടറിൽ എടുത്തിട്ട് നോക്കുമ്പോ ഉം, ഇപ്പം വിൽക്കാൻ പറ്റണ്ടേ? ഉം. നീ ഒരു ഒന്ന് വന്ന് കാര്യം ചെയ്യ്. നന്നാക്കി തരുവോ? ഇന്നിനി വരാനൊന്നും പറ്റില്ല. പിന്നെ ഉം. ഇന്ന് വരാണ്ട് ഞാൻ ഇത് എത്ര ദിവസം വിളിക്കണോ ഇനി? നിങ്ങള് അത് ഒന്നും അത് കുഴപ്പമില്ല. നിങ്ങൾ വലിച്ചോക്ക്. അല്ല, നീയടിയുള്ളേ? ഏ നീയടി ഉള്ളത് ഇപ്പോ? ഞാനുള്ള ഷോപ്പിൽ തന്നെ. നിങ്ങളല്ലേ പറഞ്ഞ എന്റെ പണി ശരിയല്ലാന്ന്. ഒരു കാര്യം നിങ്ങൾ വേറെ ആരെങ്കിലും വിളിച്ചിട്ട് പണിയെടുപ്പിക്ക്. എന്താ? നീ ബൈൻഡ് ചെയ്തിട്ട് അത്രയല്ലേ ആയിട്ടുള്ളൂ. ഞാൻ മൈൻഡ് ചെയ്തിട്ട് അത്രേ ആയിട്ടുള്ളൂ. പക്ഷെ മൈൻഡ് ചെയ്തിട്ട് നിങ്ങൾ അതിന്റെ പൈസ ഒന്നും തന്നില്ലല്ലോ എനിക്ക്. അല്ല, നീ എടുക്കുന്ന പണിയല്ല ഇങ്ങനെ തന്നെയാ? ഞാൻ എടുക്കുന്ന പണിയെല്ലാം ഇങ്ങനെ തന്നെ ഒന്നല്ല, നല്ല വൃത്തിക്കരം പണിയെടുക്കലുണ്ട്. എന്നിട്ട് എന്റെ പണി എന്തെങ്കിലും ഇപ്പൊ? ആ പണി എല്ലാം ഞാൻ കഴിഞ്ഞിട്ട് ചെയ്തല്ലേ. ഒന്നിക്ക് പൈസ തരണം. പൈസയും തരൂല. വിളിക്കുമ്പോ ഒന്നും ചെയ്തു തരുമ്പോണോ? അല്ല, നീ ഇത് വൃത്തിയായിട്ട് എടുക്കായിട്ടല്ലേ ഇങ്ങനെ വേഗം അടിച്ചു? വൃത്തിയായിട്ട് എടുക്കണ്ടെങ്കിൽ പൈസ വേണ്ടേ? അതന്നെ ഞാനിപ്പോ ആ കോപ്പറിലെ ഞാൻ പീടികക്കുള്ള ഷോപ്പിലുള്ള എന്റെ സാധനം എടുത്തിട്ട് വന്നിട്ട് ഇട്ടാന്ന് ഞാൻ. പൈസ എനിക്ക് തരാൻ വൈകിണ്ട പിന്നെ എനിക്ക് പുതിയ വാങ്ങിയാ പോരെ? ഓ, അത് ശരി. പൈസയും ഇല്ല, വേറെ ഒന്നുമില്ല. പൈസ ഇല്ലാണ്ട് ചെയ്തെന്നാ ഇങ്ങനെ കേട്ടാ. നീ ഇന്നൊന്ന് വന്നിട്ട് ശരിയാക്കി തരുവാ? എന്റെ ചിന്നെല്ലാം വന്നിട്ട് ചെയ്യല് റിസ്ക് ആണ്. കാരണം അത് പിന്നെ ചേച്ചിയും കൂടി പിടിച്ച്. ഇല്ല, ഞാനും കൂടി സഹായിക്കും. അതെ, പിടിച്ച് വലിച്ച് കയറ്റാനല്ലേ പറ്റൂ. അത് അയക്കാനും പണിയില്ലേ. അല്ല, ഞാനിത് എത്ര ദിവസവും ഇങ്ങനെ പിന്നെ എന്ന് വാങ്ങും. പിന്നെ എന്റെ പറഞ്ഞ തന്നെ ഹെൽപ്പിന് നിൽക്കുമെങ്കിൽ നമുക്ക് നോക്കാം. അതെല്ലാം ഞാൻ ചെയ്തു തരും. ഉം. അനക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ചെയ്യാൻ പറ്റൂ. ചെയ്യാൻ പറ്റുന്ന ചേച്ചിക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചേച്ചി ചെയ്യലുണ്ടല്ലോ. അല്ല, അറിയുന്നതല്ലേ അത് ചെയ്യാൻ പറ്റൂ. ചെയ്യാൻ പറ്റുള്ളൂ. അറിയുന്ന കുറെ പരിപാടികളുണ്ട്, അതൊന്നും ചേച്ചി ചെയ്യലുണ്ടല്ലോ. നീ ഇപ്പൊ ഇങ്ങനെയെല്ലാം പറയുന്നത് ആക്കിത്തരാൻ പറ്റുമോ? അല്ലെങ്കിൽ ഞാൻ വേറെ ആരെങ്കിലും വിളിക്കണം? പിന്നെ ആര് വരാനാ? പൈസ നോക്കണ്ട, ആരും വരൂല. ഞാൻ വരുമ്പോൾ എല്ലാവരും വരുമോ? അതല്ലേ നിന്നെ തന്നെ വിളിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വലിയ വലിയ ആഴമുള്ള കിണറും. ആന്നാ ചേച്ചിന്റെ കിണർ ഇത്ര പാട് ആഴവും? വെള്ളം കാണുന്നവരെ ഇത് കുഴിച്ചിട്ട് വെള്ളം കാണുന്നവരെ കുഴിച്ചിട്ട? ഇത്രയും ആഴത്ത് കുഴിച്ചിട്ടേ വെള്ളം കണ്ടിട്ടുള്ളൂ. അത് കുറച്ച് കൂടിപ്പോയി ചേച്ചി. എത്രയാ ആളെ വിളിച്ച് കയറി തന്നെ പണി എത്രയാ? എനിക്കറിയാലോ. ഇത്രയും ആഴത്തിൽ കുഴിച്ചാലേ വെള്ളം കാണൂല്ലേ? അത്ര കുഴിച്ചാലേ കാണുന്ന സ്ഥലമായിരിക്കും. അത്രയും ആഴത്തുനിന്ന് വലിച്ച് കയറിലേക്ക് വലിയ പണിയല്ലേ ചേച്ചി? പിന്നെ അതല്ലേ നിന്നോട് ഞാൻ പറയുന്നു. അതുകൊണ്ടല്ലേ എന്നോട് ഞാൻ പറയുന്നു. ഒരിക്കൽ വരെ നന്നാക്കി തരേ.
നന്നാക്കി തരാ. രാവിലെ എല്ലാം പണിയാന്ന് എനക്ക്. അത് മനസ്സിലായി, നന്നാക്കി തരുമൊക്കെ ചെയ്യാം. ഉം. പക്ഷെ നമുക്കൊന്നും കൂടി ഒന്ന് കിണറ് കുഴിച്ചാലോ? നീ എന്താ ഇത് വെച്ചിട്ട് ഏ കിണറ് കുഴിക്കാനാ? ആ മോട്ടർ ശരിയാക്കാൻ പറയുമ്പോ നീ എന്തിനാ കിണറ് കുഴിക്കാൻ പോന്നു? ഒന്നും കൂടി വെള്ളം കാണുമോ നോക്കിയാലോ? വെള്ളം കാണിക്ക നീ മോട്ടർ ശരിയാക്കി തന്നു. ആ അതല്ലേ വെള്ളം പോകുന്നില്ലെന്ന് പറഞ്ഞു. നമുക്ക് വെള്ളം പോകാനുള്ള പരിപാടി നോക്കാം. അതെ, അത് നീ ഇപ്പൊ ശരിയാക്കിത്താ, എന്നാലും വെള്ളം പോവും. വെള്ളം പോവാ. ഈ പൈസയെല്ലാം കൃത്യമായിട്ട് തരുന്നവർക്ക് നമ്മള് ക്ലിയർ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നത്. അല്ല പിന്നെ എന്തെങ്കിലും ഒരു ഗുണമുണ്ടാവും. കൈമേല് ഇപ്പൊ ഇല്ല, അതുകൊണ്ടാണ്. കൈമേൽ പൈസയിലെ കാര്യമില്ല. മോട്ടർ ശരിയാക്കാൻ പോകുന്ന എന്റെ അരുവത്ത് വന്നിട്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമെങ്കിൽ നമുക്ക് അതെല്ലാം ഞാൻ ചെയ്തു തരും. ചെയ്തു തരുമോ? എല്ലാ ഹെൽപ്പും ചെയ്തു തരും. വെള്ളം പോകാനുള്ള എല്ലാ ഹെൽപ്പും ചെയ്തു തരുമോ? നീ ഇങ്ങനെ പറയേ, ഞാൻ ആദ്യമല്ലേ ഹെൽപ്പ് നീക്ക് ചെയ്തു തരത്തില്ലേ? ആ ഹെൽപ്പല്ല, ചേച്ചിന്റെ മോട്ടറിന്റെ ഹെൽപ്പല്ല ഞാൻ പറയാ. വെള്ളം പോകാനുള്ള ഹെൽപ്പ് ചെയ്തു തരുമെന്ന് ചോദിച്ചു. നീ ആദ്യം എനക്ക് വെള്ളം ഇങ്ങോട്ട് വീട്ടിച്ച് തന്നാല് അങ്ങോട്ട് പോകാനുള്ളത് ചെയ്തു തരും. അതന്നെ ഞാൻ പറഞ്ഞു, വെള്ളമോ വരാനുള്ള പണിയെടുക്കുമ്പോഴുള്ള ഹെൽപ്പ് ചെയ്തു തരുമോന്ന് ചോദിച്ചു. നീ ആദ്യം നീ വരാനുള്ള ചെയ്യും, എന്നിട്ട് പോകാനുള്ള ചെയ്തു തരും. പോരാ? അതെ, വെള്ളം വരാനുള്ള ചെയ്ത് കഴിഞ്ഞാൽ ചേച്ചി പോകാനുള്ള ചെയ്തു തരും. ഇങ്ങനെ മോട്ടറിന് കിണറിലെ വെള്ളമല്ല ഞാൻ ഉദ്ദേശിച്ചത്. നീ പറയുന്നത് ഇങ്ങനത്തെ വളച്ച് തിരിച്ചിട്ടാ നടക്കാറില്ല, ഞാൻ മനസ്സിലായി. അപ്പോ ചേച്ചിക്ക് ആദ്യം വെള്ളം വരാനുള്ളത് ചെയ്താൽ എനിക്ക് വെള്ളം പോകാനുള്ള ചേച്ചി ചെയ്തു തരും. ഉറപ്പല്ലേ? ഇനി ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടില്ല. മോട്ടറിന്റെ കാര്യമല്ല കേട്ടോ, പൈസ ഒന്നും ഇല്ലാണ്ട് ചെയ്തു തരുമ്പോ ഞാനും നീയെല്ലാം ചെറുത് പ്രതീക്ഷിക്കൂലേ? അല്ലെങ്കിൽ തന്നെ നീ വല്ല തട്ടിമുട്ടിയിട്ടല്ലേ നീ ചെയ്തേത്ത്? തട്ടിയും മുട്ടലല്ലേ, അല്ലാണ്ട് നേരെ ചൊവ്വ മുട്ടാൻ പറ്റുമെന്നാ ഞാൻ ചോദിച്ചത്. നേരെ ചൊവ്വ മുട്ടായേ നീ മുട്ടാൻ പറ്റും? അങ്ങനെ നോക്കിയാലും പറ്റൂല. എന്ന് വെച്ചാല് ചേച്ചീന്റെ വെള്ളം വരാനുള്ളത് ഞാൻ ചെയ്തു തരും. പക്ഷെങ്കില് എന്റെ വെള്ളവും കൂടി പോണ്ടേ? ഞാൻ പറഞ്ഞിട്ടില്ലേ പാലുള്ളത് ഞാൻ സഹായിച്ചിരുന്നു. അപ്പൊ എന്നാ നമുക്ക് മോട്ടറിന്റെ പണി ഇപ്പം തന്നെ എടുത്ത് കളയാം. 10-15 വന്നാ പോരെ? അപ്പോഴേക്കല്ലേ ചേച്ചിയുടെ ഫ്രീ ആവുള്ളൂ. മോട്ടർ എടുക്കണ്ടേ? 2 കൊത്തി വെള്ളം നിങ്ങൾക്ക് നടന്ന് വലിച്ചൂടെ? മോട്ടർ എടുക്കല് ഞാൻ വന്നിട്ട് എടുത്താ പോരെ? ഫുള്ള് മോട്ടർ ശരിയായി നീ എന്ത് വേണ്ടിക്കും ചെയ്യൂ. മോട്ടറിന്റെ കാര്യം ഞാൻ നീട്ടില്ലേ, മോട്ടറൊക്കെ ഞാൻ ശരിയാക്കും. പക്ഷെങ്കിൽ വാട്ടണം മാറും. പൈസ കുറെ തരാനുണ്ട്, ഓർമ്മയുണ്ടാ? അന്ന് വന്നിട്ട് ശരിയാക്കി പിന്നെ ബൈൻഡ് ചെയ്ത പൈസ. പിന്നെ നീ ഓർമ്മിച്ചു വെക്കുന്നു. പിന്നെ തരാനുള്ള പൈസ ഓർമ്മിക്കൂലേ? അപ്പൊ ഇല്ല, ഞാൻ പറഞ്ഞേ ഓർമ്മിപ്പിച്ചാണ്. അപ്പൊ ഓർമ്മയുണ്ട് എനിക്ക്. ഇതെല്ലാം വേണോ പിന്നെ പിന്നെ പൈസ വേണ്ട. അന്ന് ഇതെല്ലാം വേണമെന്ന് ഇതുവരെ ചേച്ചി തന്നിട്ടൊന്നുമില്ലല്ലോ. പിന്നെ ഇതെന്തിനാ നീ ഓർമ്മിച്ചു വെക്കുന്നു? അപ്പൊ ഓർമ്മിക്കാൻ നിൽക്കാൻ പറ്റല്ലോ. പണിയെടുത്ത പൈസ ഓർമ്മിച്ച് വെക്കണ്ടേ ചേച്ചി? പണിയെടുത്ത പൈസ ഓർമ്മിച്ച് വെക്കണ്ടേ? അതെ, ഓർമ്മിച്ച് വെക്കണം. എന്നാ പിന്നെ പൈസ ചെയ്താൽ തീരും. നിങ്ങളുടെ ഷോപ്പിലെടുത്ത ആളും ഇങ്ങനെ അടക്കിപ്പിച്ച് സംസാരിക്കുന്നു. ഞാൻ ഇവിടെ അടുത്ത് ചെറിയൊരു പണിയുണ്ട്, ആളുണ്ട്.